ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിനക്കും തുടങ്ങി അപ്പോ ഇവർക്കും അപ്പോ തുടങ്ങി. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും ഇവർ പുറത്താണല്ലോ നിൽക്കണത്, ഇവർ എന്തോ പണിയൊപ്പിക്കാനുള്ള സംഭവമാണ്. ഒന്നില്ലെങ്കിൽ ചലഞ്ച്, അല്ലെങ്കിൽ ഗെയിം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് ഉള്ള എന്തെങ്കിലും ഗെയിം. ഇതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ അവര്? ചിലപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട്. അതെ, ഇന്ന് ഞങ്ങളൊരു ചലഞ്ചായിട്ടാണ് വന്നേക്കുന്നത്. യെസ് ഓർ നോ ചലഞ്ച്. എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളൊന്നുകൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. യെസ് ഓർ നോ ചലഞ്ച്. എന്താണ് യെസ് ഓർ നോ ചലഞ്ച്? അറിയോ? നിനക്കറിയോ എന്താ യെസ് ഓർ നോ ചലഞ്ച്? എന്താ? ഒരു സാധനം ഇങ്ങനെ അതാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ, നമ്മൾ ഒരു ആ ടേബിളിൽ അവിടെ യെസ് ഓർ അല്ലെങ്കിൽ നോ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് ഒരാൾ ഇരുത്തും. ഒരാൾ ഇരുത്തിയിട്ട് അയാളുടെ ബാക്കിൽ നിന്നിട്ട് അയാളുടെ കൈ കൊണ്ട് തന്നെ കണ്ണിങ്ങനെ മൂടും. എന്നിട്ട് വേറൊരാൾ ബാക്കിൽ നിന്നിട്ട് ഒരു സാധനം ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ബാക്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ കണ്ണ് മൂടിക്കൊണ്ട് അയാളോട് ചോദിക്കും യെസ് ഓർ നോ. അപ്പൊ അയാൾ യെസ് ആ പറയണേന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വെള്ളം എടുത്തേന്ന് വെച്ചു, അപ്പൊ അവര് യെസ് കൈ തട്ടി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തലയിൽ കൂടി ഒഴിക്കും. നോ എന്നാണെങ്കിൽ അയാൾക്ക് അത് കിട്ടൂല. ഇപ്പൊ നമ്മൾ ഐസ്ക്രീം എടുത്തിട്ട് ചോദിക്കുമ്പോൾ യെസ് ആ പറയണെന്നുണ്ടെങ്കിൽ അവർക്ക് ഐസ്ക്രീം എടുക്കാം. ഇല്ല, ഐസ്ക്രീം തിന്നാതെ മനസ്സിലായോ? നോയാണെങ്കിൽ ഐസ്ക്രീം കിട്ടൂല, ഐസ്ക്രീം തിന്നാൻ പറ്റില്ല, ഐസ്ക്രീം മാറ്റി വെക്കും. അങ്ങനെ നമ്മൾ 6 ഐറ്റമാണ് എടുത്തേക്കുന്നത്. നമ്മൾ പങ്കെടുക്കുന്നത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനുണ്ട്, ജെസ്സി ഉണ്ട്, പിന്നെ നമ്മുടെ മാമാടെ 2 മക്കളില്ലേ, അമ്മി അച്ചു, അവര് 8ലും 10ലും, അവർ രണ്ടുപേരാണ് നെറ്റിലും അവർ രണ്ടുപേരാണ് ഇതിലും വീണ്ടും വന്നേക്കണത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, ഫുള്ളായി വീഡിയോ കാണുക. ഏത് സമയത്താണ് അത് ചോദിക്കാം നിങ്ങൾക്ക്. അപ്പോൾ മുഴുവനായി വീഡിയോ കാണണം. പിന്നെ ഇന്നലത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ജെസ്സിയുടെ ഫ്ലവർ വൈസ് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലവർ വൈസ്? എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട എന്തായാലും ഫ്ലവർ വൈസ്, കാരണം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പൊളിഞ്ഞു പോയെന്നുള്ളൂ. അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്താന്ന് വിചാരിക്കേണ്ട. അത് പശ വെച്ച് ഒട്ടാൻ്റാണ്. അത് ഒട്ടി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഇനിയും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ജെസ്സി വരുന്നതായിരിക്കും. അത് വരുന്നവരെ നിങ്ങൾക്ക് അപ്പോൾ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെന്താ പറയാനുള്ളത്? അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. പിന്നെ വേറെ പ്രത്യേകിച്ച് ചലഞ്ച് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ നല്ല ചലഞ്ചായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ഐറ്റംസ് എല്ലാം ഞങ്ങൾ റെഡിയാക്കി ഇതാക്കി വെച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ വരും. ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. വേറൊന്നുമില്ല, ഒരു ചേച്ചി റോട്ടിൽ കൂടെ നടന്നു. ആ ചേച്ചി ഞങ്ങളെ നോക്കി ചിരിച്ചു. ഞങ്ങളെ നോക്കി ചിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ മറക്കാണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ പരിപാടി ഇവിടെ ആരംഭിക്കലാണ്. ജെസ്സിയാണ് ഫസ്റ്റ് ഈര എന്ന് പറയുന്നത് ഫസ്റ്റ് ജെസ്സി തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കും. അപ്പോൾ ജെസ്സിക്കാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ നമുക്ക്. അപ്പോൾ തുടങ്ങാണ്. കണ്ണു മുടിക്കോ? അങ്ങനെയല്ല വിരല് വെച്ച് മൂടിയാ? ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പോണേണ്. കണ്ടില്ലേ എല്ലാവരും? യെസ് ഓർ നോ? കണ്ണുറത്തോട്ട് പറഞ്ഞു. അതിന് അങ്ങോട്ട് നോ. അപ്പൊ മിഠായി വേണ്ട എന്നാണ് ജെസ്സി പറഞ്ഞേക്കണത് കേട്ടോ. കണ്ണുപിടിക്കോ? 6 ഐറ്റം ഉണ്ടല്ല ഒരാൾക്കുള്ളത്. 6 ഐറ്റംസ് ആണ് ഉള്ളത്. എല്ലാരും കണ്ടല്ലോ? യെസ് ഓർ നോ? അപ്പൊ യെസ് പറഞ്ഞ് നമ്മളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. യെസ് ഓർ നോ? നോ. ഓ പോയി പൊടി. അപ്പൊ പൊടിയിൽ നിന്ന് ജെസ്സി രക്ഷപ്പെട്ട്. അപ്പൊ നമ്മ അടുത്തത് കൊടുക്കാൻ പോണേണ്ട. യെസ് ഓർ നോ? ഓക്കെ കള്ളത്തരം വേണല്ല. യെസ് ഓർ നോ? ഐസ്ക്രീം. അവൻ ജെസ്സിക്കൊരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അവ മാറ്റി വെക്കണാണ്. യെസ് ഓർ നോ? ആ ഓക്കെ ഓക്കെ. കണ്ണടച്ചോ? യെസ് ഓർ നോ? കാണിച്ചതിന് പിന്നെ കാണിക്കാൻ പറ്റൂലാട്ടാ. കാണാൻ പറ്റണാടി? കാണാൻ പറ്റണെന്ന് തോന്നുന്നത്. അതെ എടുത്തത് തന്നെ എടുക്കരുത് ഞാൻ പറഞ്ഞു. ഉള്ളൂ. യെസ് ഓർ നോ? വേട്ടെ അടുത്ത്. ആ യെസ് ഓർ നോ? യെസ് ചിന്നു. യെസ്. അത് പറയാൻ പറ്റില്ല. അതൊക്കെ ഞങ്ങൾ മാറ്റി മറിച്ച് പറയും അല്ലേ? അല്ലെ മാറ്റി മറിച്ച് നമ്മള് മാറ്റി മറിച്ചും ചെയ്യും. അപ്പൊ എല്ലാരും കണ്ടല്ലേ കോഴിയുടെ മുട്ട. ഓക്കെ ലൈസൻസ് കാണിച്ചോളാം. നീ അത് നിക്ക് കൊടുത്തോട്ടെ. ലാസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ജെസ്സിക്ക് നമ്മ കൊടുക്കാൻ. ലാസ്റ്റ് ആയിട്ട് കരയണ നീ. യെസ് ഓർ നോ? ലൈസ് വേണ്ടത് വണ്ടി. അപ്പൊ ജസീറയുടെ ഇത് കഴിഞ്ഞിട്ട് ഒരു ശിക്ഷ മാത്രമേ കിട്ടിയുള്ളൂ. 2 എണ്ണം കിട്ടിയില്ലേ? വെള്ളവും ഒഴിച്ച് മുട്ടയെ നമ്മൾ പൊട്ടിച്ച്. ഇനി അടുത്തത് നമുക്ക് അടുത്ത അമ്മിയാണ്. അപ്പോൾ അടുത്തതായി അമ്മി റെഡി ആയിട്ടുണ്ട്. അപ്പൊ അമ്മീനെ ഇത് ചെയ്യണത് അച്ചു തന്നെയാണ്. ചേട്ടത്തിന് അനിയൻ തന്നെ ചെയ്യണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ തുടങ്ങാം. ഫസ്റ്റ് അച്ചു എനിക്ക് ആദ്യം കണ്ണ് അടച്ചു. കണ്ണ് ശരിക്കും കിടക്ക്. ഇതിങ്ങനെ ഇങ്ങനെ ശരിക്കും കിടക്ക്. ഇങ്ങനെ ശരിക്കും കിടക്ക്. ആ അപ്പൊ ഫസ്റ്റ് ഐറ്റം. ആ ഓക്കെ. കണ്ണു തുറന്നോ? യെസ് ഓർ നോ? ആ നോ. വെള്ളം തുറന്ന്. നോ. ഇവിടെ കൈ വെക്കണോ കേട്ടാ? അതില് അടിക്കണം. കണ്ണടച്ചോ?
ആ ഓക്കെ. യെസ് ഓർ നോ? ഓ മിഠായി കിട്ടി. അവർക്ക് ഇടുന്നതൊക്കെ മാറ്റി വെച്ചോട്ടാ. ആ കണ്ണടച്ചോ. ആ ഓക്കെ. യെസ് ഓർ നോ? വെള്ളോർന്ന്. നെക്സ്റ്റ്. കണ്ണെടുക്ക് വേഗാവട്ടെ. പൊക്കി പിടിക്ക്. യെസ് ഓർ നോ? ഓ മൊട്ട. ഇവള് ഇവിടെ ആളെ വായിക്കട്ടാ. ഇവൾക്ക് കാണാൻ പറ്റുന്ന തോന്നണേ. കണ്ണടച്ചോ. യെസ് ഓർ നോ? എല്ലാം നോയാണല്ലോ. ഇവൾക്കൊന്നും വേണ്ടാന്ന് തോന്നേ. എല്ലാം നോയാണ്. ഇവൾക്കൊന്നും വേണ്ടാന്ന് തോന്നണേ. കണ്ണടച്ചോ. അങ്ങനെ എല്ലാം നോ പറയാൻ പാടില്ലാട്ടാ. ആ അങ്ങനെ പറഞ്ഞ പിന്നെ എന്ത് ഗെയിം അത്? യെസ് ഓർ നോ? കൊടുക്കണം. മുഖത്ത് കയറി മോൻ കാണിക്ക്. കണ്ണടക്ക്. ആ കിട്ടി. ആ ഓക്കെ. യെസ് ഓർ നോ? നോ. ആ ലൈസ് വേണ്ട അവൾക്ക്. മാറ്റിയേക്ക്. അവൾക്ക് ലൈസ് വേണ്ടാന്ന്. നോ. എല്ലാ കളിലും ഓർഡർ വിട്ടളയല്ലേ. വച്ചോ. യെസ് ഓർ നോ? സമയം പോണ്ട്. പറഞ്ഞാ മതി. യെസ്. കൊടുത്തു മോനെ. തടുത്ത വെള്ളമല്ല അത്. എടാ തലയില് വല്ല മോത്ത് കൂടെ വല്ല ആ എഫക്ട് വരണ്ടേ. ആ നെക്സ്റ്റ്. കണ്ണടച്ചോ. ഇല്ലില്ല ഇനി കാണിക്കാനുണ്ടല്ലോ നമുക്ക്. ഐസ്ക്രീം ഉണ്ട്. യെസ് ഓർ നോ? ആ ഓക്കെ. മുട്ടയായിരുന്നു. എടുത്തോ. യെസ് ഓർ നോ? ആ ഓക്കെ. ആ എന്നാ അവള് വെറുതെ ഉടായിപ്പാണ് അവള്. ആ ഇന്നോ. ഇല്ല ഓർമ്മയോടെ ഉണ്ട്. യെസ് ഓർ നോ? ഓ ഐസ്ക്രീം. രണ്ടാൾക്ക് ഐസ്ക്രീം. ഓക്കെ കഴിഞ്ഞില്ലേ? അമ്മയുടെ കഴിഞ്ഞില്ലേ? എല്ലാം കഴിഞ്ഞില്ലേ? അടുത്ത അച്ചു. അല്ല അടുത്ത അച്ചു കഴിഞ്ഞിട്ട് ഞാൻ അച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവസാനം. വത്സി അത് നാട്ടുകാട് പിടിക്കില്ല. വത്സി അച്ഛന അമ്മയുണ്ടോ? ഇല്ലല്ലോ. ആ എന്നാ അമ്മ ഇരുന്നു. അങ്ങനത്തെ ഒരു ചെയ്തോ കുഴപ്പമില്ല. യെസ് ഓർ നോ? ഷിറ്റ് പൊട്ട. ആ കണ്ണടച്ചോ. യെസ് ഓർ നോ? ഓ അച്ചു. എടുത്തോ. അമ്മയ്ക്ക് കിട്ടി. യെസ് ഓർ നോ? ഇവനും അമ്മീനെ പോലെ തന്നെ എല്ലാം നോ പറയുന്നുണ്ടോ? അല്ല. യെസ് ഓർ നോ? യെസ്. കൊട്രാ തലയിലിട്ട് പൊട്ടിക്കിടി. ഓ തൊട്ടടി. നേരത്തടി അടിക്കണ്ട. തലേന്ന് കാല് ഇതാക്കി വെക്കടാ. എന്റെ വായിലേക്ക് ഇട്ടോ അത്. നെക്സ്റ്റ്. കണ്ണൂടി ഇനി പൊട്ടില്ല. ഒരു പ്രാവശ്യം ശിക്ഷകളിൽ ഇതായത് ഒരു പ്രാവശ്യം ഉള്ളൂ. അടുത്തടുത്തോ. കണ്ണു പിടിക്കോ. എന്താ കണ്ണു വെച്ച് താഴത്തേക്ക് നോക്കിക്ക്. ആ എടുത്തോ. യെസ് ഓർ നോ?
നോ. അപ്പോൾ പൊടി സെക്കൻഡ് ചാൻസും കഴിഞ്ഞ അങ്ങനെ. ആ വക്ക് കണ്ണടച്ചോ. യെസ് ഓർ നോ? ആ ഇപ്പൊ പൊടി 3 പ്രാവശ്യം ആയാ. ആ അപ്പൊ പൊടിയുടെ കാര്യങ്ങൾ രക്ഷപ്പെട്ടു. കള്ളാ വെള്ളം ഒന്നും ആയിട്ടില്ലല്ലോ. യെസ് ഓർ നോ? നോ. ലൈസ് വേണ്ട അപ്പൊ എനിക്ക് ലൈസ് മാറ്റിയേക്ക്. ആ ഇനി വരില്ല. അതും പറയാൻ പറ്റില്ല, ചിലപ്പോ വരും ചിലപ്പോ വരില്ല. യെസ് ഓർ നോ? നോ. മിഠായി വേണ്ട എനിക്ക്. ആ അടുത്ത് കണ്ണടിച്ചോ. ഈ പറഞ്ഞ ലൈസും മിഠായൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചു തരാട്ടാ. യെസ് ഓർ നോ? നോ. വെള്ളം എത്രാമതായിപ്പാ? ഫസ്റ്റാണ് വെള്ളം ആണോ? യെസ് ഓർ നോ? യെസ്. ഓ ലൈസ് കിട്ടി, ലൈസ് കിട്ടി ഭാഗ്യം. കാണിച്ചോ. യെസ് ഓർ നോ? പൊന്നോ അച്ചു മുട്ട മാത്രമേ കിട്ടിയുള്ളൂ, സമ്മതിക്കല്ല അച്ചു. യെസ് ഓർ നോ? പോയി. വെള്ളമില്ല ഇനി, അച്ഛനും ഇനി വെള്ളമില്ല. എടുത്തിക്കോ. വെച്ചോ. നോ. ആളെടുത്ത് കാണിക്കാൻ ഐസ്ക്രീം. അപ്പൊ കഴിഞ്ഞ അച്ചു മാറിക്കോ. ഇനി ഞാൻ ഫ്രണ്ട്സ്. അപ്പോ അടുത്തത് ഞാനാണ്. എനിക്ക് തോന്നുന്നത് എല്ലാം ഞാൻ ലേറ്റ് വാങ്ങുമെന്നാണ്. നമുക്ക് നോക്കാം. തല വേദന മുട്ടൊക്കെ പൊട്ടിക്കുമ്പോ. അപ്പോ തുടങ്ങാൻ പോണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അടുത്തെടുത്തുണ്ട്. യെസ് ഓർ നോ? നോ. എന്തെന്നാ പൊടി പിന്നെ മേത്ത് വേണം. ഞാൻ ഇപ്പൊ അറിയാനാണ്. വെള്ളമൊന്നും ആയിരിക്കൂല, എന്നാലും നോ തന്നെ പറയും. യെസ് ഓർ നോ? നോ. ഐസ്ക്രീം പോയി. അത് പാടില്ലാട്ടാ, ഞങ്ങളുടെ കളി പറയും ഞാൻ. യെസ് ഓർ നോ? നോ. ഓ അയ്യേ, അവളെ അയ്യെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ അയ്യെന്ന് പറഞ്ഞത്. അതെ ഞാൻ നോന്ന് പറയുമ്പോ അയ്യെന്ന് പറയുമ്പോ എനിക്കറിയാം അവള് അത് പണിയാകാനായിട്ടാ നോന്ന് പറയണത്. അപ്പൊ അയ്യെന്ന് പറയുമ്പോ ഞാൻ പറയല്ലോ. അടക്കട്ടെ. യെസ് ഓർ നോ? നോ. നേരത്തെ വെള്ളം ചാടി. എനിക്ക് നേരത്തെ വെള്ളം ചാടി തലയുടെ നേരെ വെള്ളി കൊടുത്താലോ നോക്കണം. എനിക്ക് മേത്ത് വെള്ളം ചാടിയോണ്ടാട്ടോ അത്. അപ്പൊ ഒരു മൈൽ ഡിസ്റ്റൻസിൽ വെച്ച് അതല്ല പൊറുകയിലോ മറ്റേ കസേരന്റെ. യെസ് ഓർ നോ? കളിച്ചോ. യെസ്. ശരിയായില്ല. പുളക്കറി മനസ്സിലായി. പാപ്പ അതന്നെ വിളിച്ചത്. അപ്പൊ ആദ്യത്തെ ആയി.
or no? No. ആ ലൈസ് പോയി. തിന്നണ സാധനം എനിക്ക് തിന്നാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പണിഷ്മെന്റ് ഇട്ടാ മതി. yes or no? Yes. ആ ഹാ ഹാ തലയിലൊക്കെ മേത്ത് വയ്ക്കലട്ടാ. പിന്നെ അതൊക്കെ എന്റെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടം. തണക്കണ്ടല്ലേ? അവി തണക്കുണ്ടായിരുന്ന പിന്നെ മഴയെ കൂടി പെയ്തോട് ഭയങ്കര തണുപ്പ്. പിന്നെ കുളിച്ചിട്ടില്ല അതാ അർത്ഥം. ഞാൻ കുളിച്ചാണ്. ആ ഇനിയാണ് ഡേഞ്ചർ. yes or no? നോ. ഐസ്ക്രീം വേണ്ടേ? ഡേഞ്ചർ. yes or no? നോ. ഓ മുട്ട പോയി. എനിക്ക് മുട്ട ഇനി ഒരു പ്രാവശ്യം കൂടെ ഉള്ളൂ കേട്ടാ. ഇല്ല ഇല്ല. ഇല്ല. yes or no? നോ. മിഠായി വേണ്ടേ? യെസ് ഓർ നോ? yes or no? Yes. ഓ ലൈസ് കിട്ടി. ഐസ്ക്രീം തീർന്നല്ലേ? ആ ഐസ്ക്രീം പറഞ്ഞല്ലേ 3 പ്രാവശ്യമായാ? ഇല്ല. ആ കണ്ണടച്ചോ. ഇനി എത്ര പ്രാവശ്യം ഉണ്ട്? ഇത് രണ്ടെണ്ണോടി ഉണ്ട്, 2 or 3. yes or no? നോ. മിഠായി വേണ്ടേ? ഞാൻ ഈ മുട്ടയെന്ന് വിചാരിച്ചാ നോ പറയണ. ലൈസ് കിട്ടി കഴിഞ്ഞ എനിക്ക്. ആ ഇനി കാണിക്കാൻ പാടില്ല. യെസ് ഓർ നോ? നോ. യെസ്. ഞാൻ എസ് അടിക്കുന്നത് വിചാരിച്ചല്ലേ. എസ് അടിക്കുന്നത് തീർന്നില്ല, ഇനി മിഠായി മാത്രമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ കാണിക്കാനൊന്നുമില്ല. അപ്പൊ എനിക്ക് എത്ര കിട്ടി? എനിക്ക് 2 2 നിനക്ക് 2 നിനക്ക് ഒരെണ്ണം. നിനക്ക് മുട്ട മാത്രമേ കിട്ടുള്ളൂ. വെള്ളം കിട്ടിയില്ല. വെള്ളം കിട്ടിയില്ല. നിനക്ക് 2. ഓ അപ്പൊ അച്ചുവാണ് വിജയ്. അച്ചുവാണ് ഇതില് വിജയ്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. വിജയ് അച്ചുവാണ്. വിജയ്ക്ക് ഈ ലൈസ് വേണ്ട 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 അത് വേണ്ട. അപ്പൊ അച്ചുവാണ് വിജയ്. ആകെ ക്ലിയർ ആകെ 2 പൊട്ടിച്ചല്ലേ. അപ്പൊ ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിർത്തട്ടെ? ഓഫ് ചെയ്യല്ലേ? എൻഡിങ് പറയുന്നുണ്ട്. എന്റെ പൊട്ടേം ഐസ്ക്രീം ഭാഗ്യം ചെല്ലാർന്നത്. ഇത് തരൂല കൊട്ടിക്കളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ വീഡിയോ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഞങ്ങൾ വേറെ എന്തെങ്കിലും ചലഞ്ചുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമന്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചലഞ്ച് ഞങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഞങ്ങളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം. നിങ്ങൾ പറയുന്ന ചലഞ്ചുകൾ ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ? കണ്ട ജെസ്സി നരച്ച് വയസ്സായെന്ന് വിചാരിക്കും, പക്ഷെ നരച്ചതല്ലാതെ പൊടി അവസാനം വീഴാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ ആൾ ഓടി വന്ന് മുട്ട വന്ന് എൻ്റെ തലയിൽ പൊട്ടിച്ച്. അതാണ് ഭയങ്കര നാറ്റം. പക്ഷെ അപ്പോൾ ക്യാമറ ഓണല്ലായിരുന്നു. പുള്ളിക്കാരത്തി വിചാരിച്ചു ക്യാമറ ഓണായിരിക്കുമെന്ന്. അപ്പോൾ അത് ചീറ്റിപ്പോയി. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയുള്ള
അപ്പോൾ നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം. ചെവിയുടെ ഉള്ളിലൊക്കെ പോയേക്കുന്നു. കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നാളെ നമുക്ക് കാണാം. ടാറ്റാ.